പിന്നെ നിന്റെ കാശ് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും ഹലോ മേഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ പള്ളി പെരുന്നാളിലെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ ഇന്ന് മെയിൻ പെരുന്നാൾ ഇന്നലെയും ഇന്നും കൂടിയാണ്. അപ്പോൾ ഇന്നലത്തെ കഴിഞ്ഞു. ഇന്നലത്തെ എല്ലാവരും കുറച്ചെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് ബാക്കിയാണ് കേട്ടുള്ളത്. അപ്പോൾ ഇന്ന് പപ്പയും അമ്മയൊക്കെ നേരത്തെ പോട്ടോ. കാരണം അവർ പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പോകും. എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പോകുന്നത്. അപ്പോൾ ആ മീറ്റിങ്ങിന് പോകുന്നതിൻ്റെ അതിൻ്റെ കാര്യങ്ങളും പിന്നെ ഞാനൊരു ഫ്രണ്ടും കൂടെ പോകുന്നത്. അവളെയും എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ. പിന്നെ ബാക്കി വിശേഷം വഴി കാണും. അവരുടെ അകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മ അപ്പം അമ്മയും പപ്പ കോയും കഴിഞ്ഞു. അവരിതാ പോവാണ്. നോക്കൂ സാരി ഇങ്ങനെയൊക്കെ ഇതാ അമ്മേൻ്റെ കോലം. അതാ 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 ഓടി നടക്കുന്നതിന് 1 2 3 4 അങ്ങനെ ഗൈസ് ഞാൻ റെഡി എല്ലായി. അപ്പോൾ ഇറങ്ങിട്ടോ. സ്കൂട്ടി എടുത്തേക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അവളുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഞാനങ്ങനെ അവളുടെ വീട്ടിലേക്ക് കയറി. ഞാൻ കുറച്ച് നേരത്തെയാണ് എത്തിയത്. അതുകൊണ്ട് അവൾ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവളവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ അവളവിടെ റെഡി ആവട്ടെ എന്ന് വെച്ച് ഞാൻ അവളുടെ വീടിൻ്റെ മുന്നിലേക്ക് ഇറങ്ങിയപ്പോൾ അത് അവിടെ ഒരു മഹാൻ്റെ വണ്ടീൻ്റെ ഉള്ളിൽ എന്തോ നോക്കുന്നു. എന്തോ ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ അവളുടെ വീടിൻ്റെ മുന്നിലേക്ക് എത്തി. അവളുടെ വീട്ടിലവിടെ TV ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടെല്ലാം കേട്ട് 2 വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നു. സമയം പോണ്ടേ അവൾ ഒരുങ്ങുന്നത് വരെ. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ അവൾ റെഡിയായി ഇറങ്ങി കേട്ടോ. അവൾ റെഡിയായിട്ട് ഇറങ്ങുന്നതിനിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞങ്ങൾ എന്താണെന്നും അറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇനി എനിക്ക് മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് എനിക്ക് വീട്ടിൽ വന്ന് ഡ്രസ്സെല്ലാം മാറിയിട്ട് വേണം പള്ളിയിലേക്ക് പോകാൻ. ഈ ഡ്രസ്സ് ഇട്ടല്ല ഞാൻ പോകുന്നതെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. സമയം കിട്ടുമായിരിക്കും. പിന്നെ ഞങ്ങൾ 10 മണിയൊക്കെ ആയപ്പോഴേക്കും സ്കൂളിലെത്തി മീറ്റിങ്ങിന്. മീറ്റിംഗ് തുടങ്ങിയപ്പോൾ 11 മണിയായി. അപ്പോഴെനിക്ക് മനസ്സിലായി എൻ്റെ പ്ലാനിങ് ഒക്കെ ഫ്ലോപ്പായിരുന്നു. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ മീറ്റിങ്ങൊക്കെ തുടങ്ങി. അവരവിടെ ചർച്ചയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് പരിപാടികൾ സെറ്റാക്കുന്നത് അതൊക്കെ അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്ക് സമയം വൈകിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഡ്രസ്സൊന്നും മാറാനുള്ള സമയം കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആ ഇട്ട ഡ്രസ്സ് ഇട്ട് തന്നെ ഇറങ്ങി. എന്നാലേ എനിക്ക് പള്ളി തീരുമ്പോഴേക്ക് എല്ലാവരും തിരിച്ചു വരുമ്പോഴേക്കെങ്കിലും എത്താൻ പറ്റുള്ളൂ. പിന്നെ ബസ്സെല്ലാം കയറി പുൽപ്പള്ളി എത്തി. അവിടെ നിന്ന് കുറച്ച് നടന്ന് പള്ളിയിലെത്തിയപ്പോഴേക്കും കുർബാനയൊക്കെ കഴിഞ്ഞത്. ചാച്ചനൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരോടൊക്കെ സംസാരിച്ച് എന്തിനാ ഇത്ര നേരത്തെ വന്നതെന്നൊക്കെ അവരെന്നോട് ചോദിച്ച് പിന്നെ കുറച്ച് നേരം അവരോടൊക്കെ സംസാരിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് സെമിത്തേരി സന്ദർശനമുണ്ട്. നമ്മളെല്ലാവരും കൂടെ നമ്മുടെ മരിച്ചുപോയ എല്ലാവരും അടയ്ക്കെടുത്ത് പോയി പ്രാർത്ഥന അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മുത്തുക്കോടയൊക്കെ എടുത്ത് ഇങ്ങനെ പള്ളിക്ക് ചുറ്റും പോയി സെമിത്തേരിയിലേക്ക് പോവാം. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇനി ഇത് സെമിത്തേരിയിൽ വന്ന് അച്ഛൻ വന്ന് മരിച്ചാൽ പോയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കൊടുക്കും. ഫുഡ് കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് പെരുന്നാൾ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. അങ്ങനെയാണ് കേട്ടോ. പിന്നെ എല്ലാവരും കൂട്ടത്തോടെ നിൽക്കാണ്ട് എല്ലാവരെയും വരിയായിട്ട് നിർത്തുക. നമ്മുടെ ചാച്ചന്മാരുടെയൊക്കെ അടുത്തേക്ക് കല്ലറേൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം വിളമ്പാണ് കേട്ടോ. പള്ളിയിലെ പെരുന്നാളിൻ്റെ ഭക്ഷണം ഞാൻ മറ്റേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒടുക്കത്തെ ടേസ്റ്റാണ് ഭക്ഷണത്തിന്. അതേപോലെ തന്നെ ഇന്നത്തെ ഫുഡിൽ നിന്ന് ചോറ്, മോരുകറി, ബീഫ് കറി, പയറുതോരൻ, സാലഡ്, അച്ചാർ, പിന്നെ എന്തോ ഒരു സാധനം ഇട്ടുണ്ട്. എൻ്റെ പേര് ഞാൻ മറന്നു കിട്ടും. ആ സാധനം അതും കൂടെ ഉണ്ട്. ഇതിന് ഒടുക്കാത്ത ടേസ്റ്റാണ്. എന്താണെന്നറിയത്തില്ല. ബീഫ് കറി നമ്മൾ വീട്ടിൽ എങ്ങനെ വെച്ചാലും അതേപോലെ ആവത്തില്ല. നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് ആസ്വദിച്ച് കഴിക്കും. അതേപോലെ ഇത് ഞാൻ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഇത്. പിന്നെ ഞാനവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പപ്പയും അമ്മയൊക്കെ അപ്പുറം ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. പപ്പയും അമ്മയും ബൈക്കിന് പോയി. ഞാനൊരു ഐസ്ക്രീമൊക്കെ മേടിച്ച് റോട്ടിൽ കൂടെ നടന്നു പോകാൻ കേട്ടോ. പിന്നെ ഐസ്ക്രീം എല്ലാം കഴിച്ച് ബസ് പള്ളിപ്പെരുന്നാളെല്ലാം കഴിഞ്ഞു. ഞാൻ ചെന്നപ്പോഴേക്കും പള്ളിപ്പെരുന്നാളെല്ലാം കഴിച്ചിരുന്നു. എന്നാലും പെരുന്നാളെല്ലാം കഴിഞ്ഞു. ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇനി ബാക്കി വിസിൻ്റെ അടുത്താണ് നമ്മൾ വണ്ടി വെച്ചത്. അപ്പോൾ അതുകൊണ്ട് വിസിൻ്റെ അടുത്ത് പോയിട്ട് വണ്ടി എടുക്കണം. വണ്ടി എടുത്താൽ വീട്ടിൽ പോവുക, കിടന്നുറങ്ങുക. അതാണ് ഇതിനുള്ള കാര്യം. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.